ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമല്ലോ, ഒരു ഷോപ്പിംഗ് ആണ്, ഗ്രോസറി ഷോപ്പിംഗ് ആണ്. അപ്പം ഫിഷും കാര്യങ്ങളും പച്ചക്കറി കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വാങ്ങാൻ വരാറുള്ളത്. ഇത് പെരിന്തൽമണ്ണയുള്ള ഒരു മാർക്കറ്റാണ്. ഞാൻ ഈ അടുത്ത് കണ്ടുപിടിച്ചതാണ് ഈ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ തന്നെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റിൽ തന്നെ അവിടെ ഫിഷും വെജിറ്റബിൾസും അവിടെ തന്നെ കുറേ കടകളുണ്ട്. നമുക്ക് അതിൽ ഏത് കടയിൽ നിന്നാണെന്ന് വെച്ചാൽ വാങ്ങിക്കാം. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ആട്ടോ വരലുള്ളത്. ഞങ്ങൾ ഫിഷൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം ഫിഷൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വാങ്ങും കേട്ടോ. ക്ലീൻ ചെയ്ത് വാങ്ങിയതിൻ്റെ ശേഷം ഇത് പച്ചക്കറി വാങ്ങാൻ വന്നിട്ട് പച്ചക്കറി ഞാൻ തോരൻ, അത് ഉപ്പേരിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് വാങ്ങിക്കാറുള്ളത്. എന്ന് വെച്ചാൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പേരി കാര്യങ്ങളൊക്കെ. ചോറ് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണം. കറി ഇല്ലെങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഉപ്പേരി നിർബന്ധമാണ് സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോഴും കാര്യങ്ങളും. പിന്നെ ഞാൻ ഒരാഴ്ചത്തേക്കുള്ളതാട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങുന്നത്. ഒരാഴ്ചത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഒരാഴ്ചത്തേക്ക് ഫിഷ് സ്റ്റോർ ചെയ്ത് വെക്കില്ല, പച്ചക്കറി കേട്ടോ. ഫിഷ് ഞാനൊരു 2-3 ദിവസത്തേക്കുള്ളതേ സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ. പിന്നെയും ഫിഷ് വന്ന് ഞാൻ ഇടയ്ക്ക് വാങ്ങലുണ്ട്. അപ്പം ഉപ്പേരിക്കുള്ള മെയിൻ സാധനങ്ങളും കാര്യങ്ങളും കറിക്കുള്ളതും എല്ലാം ഞാൻ അങ്ങനെ എടുത്ത് അവസാനം പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പം ഈ ഇടയ്ക്ക് ഫ്രിഡ്ജ് കേടായി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എനിക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ ചിന്തിച്ച് ഫ്രിഡ്ജില്ലാത്ത കാലത്ത് ഇവരെങ്ങനെയായിരുന്നു ഈ മീനും വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കേടാവാതെ എങ്ങനെയാണ് സൂക്ഷിച്ച് വെച്ചതെന്ന് ഞാൻ അന്നാട്ടോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങി ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് ഞാനിത് പതുക്കെ ഓരോന്നായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഞാനങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നത് ആകെ ഉള്ളി മാത്രമാണ്. വലിയ ഉള്ളിയില്ലേ, ഒണിയൻ, അത് മാത്രമാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെക്കും. എന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനെല്ലാം അതാത് സ്ഥാനത്ത് തന്നെ അപ്പം തന്നെ എടുത്തു വെക്കും. പിന്നെ ഇല്ലെങ്കിൽ ഞാനതവിടെ മടി പിടിച്ചെടുത്ത് വെക്കല പതിവ്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ അവിടെ പറയാണ് അച്ഛൻ്റെ അമ്മേൻ്റെ ഫോട്ടോ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കോമാളി രൂപം കെട്ടിക്കലുണ്ട്. എന്നിട്ട് ഞാനതൊക്കെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഞാനങ്ങനെ അതാത് സ്ഥാനത്ത് വെച്ച് വെച്ചു. കറിവേപ്പില ഞാനത് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ബോക്സിലെടുത്ത് വെച്ചാൽ കുറേ കാലം നിൽക്കും കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസത്തിൻ്റെ മുകളിൽ എനിക്കിവിടെ നിൽക്കാറുണ്ട്. അങ്ങനെ ആ മുളകൊക്കെ വെച്ച ആ ഒരു പോർഷനില്ലേ, അത് നമുക്ക് ഫ്രിഡ്ജിലെ സ്റ്റോറേജാണ്. അത് നമുക്കധികം സ്പേസ് പോകാത്ത രീതിയിൽ വെക്കാൻ പറ്റുന്നതാണ്. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാനെന്താ ബാക്കി സാധനങ്ങളൊക്കെ വേഗം എടുത്ത് വെച്ചിട്ട് ഇപ്പം തന്നെ രാത്രി ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം അങ്ങനെ എടുത്ത് വെച്ച് ഞാൻ അതേപോലെ തന്നെ ഈവനിങ് എല്ലാം പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് വെക്കും കേട്ടോ. ചിലപ്പോൾ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവളെ വിടാനുള്ള ആ ഒരു ഇത് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ഉള്ളി ഇതാത് കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ ഞാൻ എടുത്ത് വെക്കുക.